ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇന്ന് അല്ലൂസിൻ്റെ സ്കൂളിൻ്റെ ഫസ്റ്റ് ഡേ ആണ്. ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അല്ലൂസ് തന്നെ. ഫസ്റ്റ് ഡേ എല്ലാവർക്കും സ്കൂളിൽ പോകാനായിട്ട് നല്ലൊരു ഇൻട്രസ്റ്റ് ആണല്ലോ. ഇതാണ് അല്ലൂസിൻ്റെ പുതിയ ഡ്രസ്സ്. നമ്മളൊരു 10 മണി ടൈമൊക്കെ ആവാറായപ്പോഴാണ് ഇറങ്ങിയത് തന്നെ. വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ഉള്ളതുകൊണ്ട് നടന്നു പോകുന്ന ദൂരം ആയതുകൊണ്ട് 10 മണിയൊക്കെ ആവാറായ ടൈമായപ്പോൾ ഇറങ്ങി 10 മണിക്ക് അവിടെ എത്തണം എന്നൊരിതിലാണ് ഇറങ്ങിയത് തന്നെ. പുതിയ ക്ലാസ്സിലോട്ടൊക്കെ പോണതിൻ്റെ ഒരു സന്തോഷമൊക്കെ അവർക്കുണ്ട്. അങ്ങനെ ചേച്ചിയും അല്ലൂസിൻ്റെ അച്ചാച്ചനും ഞാനും കൂടെ ചേർന്നാണ് അല്ലൂസിനെ ഫസ്റ്റ് ഡേ തന്നെ സ്കൂളിലോട്ട് കൊണ്ടുപോകുന്നത്. അല്ലൂസ് സ്കൂൾ തുറക്കണതിൻ്റെ ഇത് കാരണം ഇന്നലെ തന്നെ തലേക്കുന്ന ദിവസം തന്നെ അവൾ ബാഗൊക്കെ എല്ലാം പറക്കി എന്തൊക്കെ കൊണ്ടുപോകണം എല്ലാം നേരത്തെ എടുത്ത് വെക്കുകയും രാവിലെ തന്നെ അവൾ നേരത്തെ നേരത്തെ എണീച്ച് സ്കൂളിൽ റെഡി ആവട്ടെ, ഇടയ്ക്കിടയ്ക്ക് വന്ന് മാമി റെഡി ആവട്ടെ, ഡ്രസ്സ് എടുത്ത് കേട്ടെ, പുതിയ ഡ്രസ്സ് എടുത്ത് കേട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. പിന്നെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയായിട്ട് ഇറങ്ങി. സ്കൂളിൻ്റെ ഫ്രണ്ടിൽ എത്തുന്തോറും തന്നെ അവൾക്ക് ഇങ്ങനെ ടെൻഷനായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്മേനെ തിരിഞ്ഞ് നോക്കണമായിരുന്നു. ഒരു സ്കൂൾ ഓപ്പണായി ഫസ്റ്റ് ടൈം നമ്മൾ കയറി ചെല്ലുമ്പോൾ ഒരു ടെൻഷൻ. അങ്ങനെ അപ്പോൾ അവൾ കരയുമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ അവൾ കരഞ്ഞൊന്നുമില്ല. അവൾ നല്ല കുട്ടിയായിട്ട് തന്നെ സ്കൂളിൽ പോയത് തന്നെ. അച്ചാച്ചൻ്റെ കൈ പിടിച്ചാണ് ഈ വർഷം അവൾ സ്കൂളിലോട്ട് പഠിക്കാൻ വേണ്ടി പോണത് തന്നെ. അച്ചാച്ചനാണ് മെയിനായിട്ട് ഫ്രണ്ടിൽ നിന്ന് അവളെ ഫസ്റ്റ് ഡേ സ്കൂളിലോട്ട് കൊണ്ടുപോയി ക്ലാസ്സൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി കൊണ്ടുപോയത് തന്നെ. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നന്നായിട്ട് സ്കൂൾ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. തോരണങ്ങളും വെച്ച് കുരുത്തോലകളൊക്കെ വെച്ച് നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. ബാൻഡ് മേളമൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേർ പുതിയൊരു കുട്ടികളെയൊക്കെ ഇൻട്രസ്റ്റ് ചെയ്യാനും ആകർഷിക്കാനും ഒക്കെ ഉള്ള എല്ലാ ഡെക്കറേഷൻസും അവരവിടെ ചെയ്തിരുന്നു. നമ്മൾ ചെന്നപ്പോൾ തന്നെ ടീച്ചേഴ്സൊക്കെ വന്ന് ഏത് ക്ലാസ്സാണ് പുതിയതായിട്ട് വന്നതാണെങ്കിൽ ഓഡിറ്റോറിയത്തിൽ പോയിരിക്കും, അല്ലെങ്കിൽ പുതിയ ക്ലാസ് ഏതാണെന്ന് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് പുതിയ ക്ലാസ്സൊക്കെ കാണിച്ചൊക്കെ തന്നു. അങ്ങനെ നമ്മൾ ക്ലാസ്സിൻ്റെ അകത്തോട്ട് കയറാൻ പോവാണ്. നേരെ കാണുന്ന ക്ലാസ് തന്നെയാണ് അല്ലൂസിൻ്റെ ക്ലാസ്. കുറേ ദൂരം നടക്കണ്ട, പെട്ടെന്ന് കയറി വരാം, പെട്ടെന്ന് വന്നിരിക്കാവുന്നൊരു നല്ലൊരു ക്ലാസ് തന്നെയാണ് അല്ലൂസിന് ഈ വർഷം കിട്ടിയത് തന്നെ. അവൾ 4C പഠിക്കുന്നത് തന്നെ. എല്ലാവരും മിക്കുള്ള കുട്ടികളുടെയും പാരൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അല്ലൂസ് ക്ലാസ്സിൻ്റെ അകത്തോട്ട് കയറാൻ പോവുകയാണ്. ചെറിയൊരു ടെൻഷൻ കാരണം അവളെ ബാക്കിലോട്ട് പിടിക്കുന്നുണ്ടായിരുന്നു. അത് എന്തെന്ന് വെച്ചാൽ പുതിയ ക്ലാസ് ടീച്ചറൊക്കെ ആയതുകൊണ്ട് അവൾക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ ഫ്രണ്ട്സൊക്കെ സ്ഥിരം അവളോട് നന്നായിട്ട് മിങ്കിൾ ചെയ്യണം ഫ്രണ്ട്സൊക്കെ ആയതുകൊണ്ട് പിന്നെ അകത്ത് കയറി കയറുന്നതിന് മുമ്പുള്ളൊരു ടെൻഷൻ. അത് കഴിഞ്ഞ് അവൾ നന്നായിട്ട് എല്ലാവരോടും സംസാരിച്ച് ക്ലാസ്സിലൊക്കെ നല്ലതായിട്ട് ഇരുന്ന് പിള്ളേരെല്ലാം ഹാപ്പിയായിരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് പുറത്ത് ഞാനും ചേച്ചി അച്ചാച്ചനും കൂടെ വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം അവിടെ നിന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷം ഓഡിറ്റോറിയത്തിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ടി. പുതിയ പേരൻസിനും പുതിയ കുട്ടികൾക്കും അവിടെ ഉള്ള കുട്ടികളുടെയൊക്കെ പേരൻസിനൊക്കെ വേണ്ടി കുറച്ച് മീറ്റിംഗ് ഉണ്ടായിരുന്നു. പ്രസംഗങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഓഡിറ്റോറിയത്തിലോട്ട് കയറി പോകാമെന്ന് വിചാരിച്ച് അകത്തോട്ട് കയറി. നല്ല തിരക്കുണ്ടായിരുന്നു. ഓഡിറ്റോറിയം തന്നെ നല്ല ഫുള്ളായിരുന്നു. സ്റ്റെപ്പ് കയറി പകുതി എത്തുന്നതോടെ തന്നെ നല്ല ഫുള്ളായിരുന്നു. അകത്തോട്ട് കയറാൻ പോലും എൻട്രി ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. വെളിയിൽ നിന്ന് കുറച്ച് നേരം പ്രസംഗങ്ങളൊക്കെ കേട്ട് പുതിയ HM ജോയിൻ ചെയ്തായിരുന്നു. ആ പ്രസംഗമൊക്കെ കേട്ട് തിരിച്ച് അല്ലൂസിൻ്റെ ക്ലാസ്സിൻ്റെ പിറകുവശത്ത് വന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത്. ഇതാണ് അവിടുത്തെ ഓഡിറ്റോറിയം. വരുന്ന ഭാഗത്താണ് ഓഡിറ്റോറിയം വരുന്നത്. നല്ല കട്ട പോസ്റ്റായിരുന്നു. നമ്മൾ കുറച്ച് നേരം അല്ലൂസിൻ്റെ ക്ലാസ്സിലൊക്കെ നോക്കി നിന്ന് നന്നായിട്ട് പഠിക്കാൻ വേണ്ടി കുറച്ച് നേരം അവരെല്ലാവരെയും നിർത്തി പ്രാർത്ഥിച്ച് നല്ല ഇതായിട്ട് പ്രാർത്ഥിച്ച് കുറച്ച് നേരം ആ ടൈമിൽ ഞാനും ചേച്ചിയുടെ ഫ്രണ്ടും കട്ട പോസ്റ്റായിരുന്നു. പിന്നെ അല്ലൂസിൻ്റെ ക്ലാസ്സിൽ പുതുതായിട്ട് 2 കുട്ടികൾ വന്നായിരുന്നു. അപ്പോൾ ടീച്ചർ എല്ലാവരെയും ഒന്ന് പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടാൻ പറഞ്ഞ് അങ്ങനെ ആ പുതിയ കുട്ടികളൊക്കെ എല്ലാവർക്കും കൈയൊക്കെ കൊടുത്ത് പേരും സ്ഥലമൊക്കെ പറഞ്ഞ് പരിചയപ്പെടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ടീച്ചർ സ്കൂൾ ബസ്സിൽ പോകുന്നവരുടെ ലിസ്റ്റ് എടുക്കാൻ വേണ്ടി വന്ന്. അല്ലൂസിന് ഈ വർഷം സ്കൂൾ ബസ്സിലല്ല വിടുന്നത്. അത് കഴിഞ്ഞ് അല്ലൂസ് പായസമൊക്കെ കുടിച്ച് ലഡുവൊക്കെ കഴിച്ച് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്. ബൈ.